ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ മണിക്കൂറിൽ നമ്മൾ വചനത്തിൻ്റെ മുൻപിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി സമർപ്പിക്കുകയാണ്. നമുക്കറിയാം, ഓരോ വചന ശുശ്രൂഷയിലൂടെയും പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം നടക്കേണ്ട വഴി പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വചനത്തിന്റെ പ്രകാശത്തിൽ നടക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം, നമ്മുടെ വഴികൾ സുരക്ഷിതമായിരിക്കുക. അതുകൊണ്ട് തന്നെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഏത് സാഹചര്യങ്ങളിലാണോ നടക്കുന്നത്, ഏതവസ്ഥകളിലൂടെയാണോ കടന്നു പോകുന്നത്, ഈ കടന്നു പോകുന്ന അവസ്ഥകളിലേക്ക് പരിശുദ്ധാത്മാവ് വചനത്തെ പ്രകാശിപ്പിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ഓരോ വചന ശുശ്രൂഷയും നമുക്കുള്ള ഉത്തരമായിട്ട് മാറും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമേർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് എന്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, അത് ഗ്രഹിക്കാൻ തക്ക വിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓരോ ശുശ്രൂഷയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. തിരുസഭയിലെ ഓരോ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവിൻ്റെതാണ്. അതുകൊണ്ട് പൂർണ്ണമായി ആത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. കർത്താവേ, അങ്ങേ വചനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, വിശുദ്ധമായ മനുഷ്യ ചേതനകളിൽ പ്രവേശിച്ച് അങ്ങയുടെ ഉപകരണമായി അവരെ മാറ്റി തിരുവചനത്തെ എഴുതി ചേർത്ത അങ്ങ് ഇപ്പോൾ ഈ വചനത്തെ ഞങ്ങളുടെ ഹൃദയത്തിലും ഒരു വെളിപാടായി എഴുതി തരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ചിന്തകൾ, ഓർമ്മകൾ, ഭാവനകൾ, വൈകാരിക തലങ്ങൾ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ എല്ലാം അങ്ങേക്ക് ഭരമേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലേക്ക് കൃപയായി, അഭിഷേകമായി അങ്ങ് എഴുന്നള്ളി വരണമേ. ദാനങ്ങളും കൃപകളും കൊണ്ട് പരിശുദ്ധാത്മാവെ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങേ ദാനങ്ങൾ ദാസരാമിവർക്കേകണേ. പരിശുദ്ധാത്മാവേ, അങ്ങേ ദാനങ്ങൾ ദാസരാമിവർക്കേകണേ. ആവസിക്കേണേ ഞങ്ങളെ അങ്ങേ ചൈതന്യത്താൽ നിറയ്ക്കണേ. സൃഷ്ടികളായി ഞങ്ങളെ ആവസിക്കേണേ ഞങ്ങളെ അങ്ങേ ചൈതന്യത്താൽ നിറയ്ക്കണേ. നിറയണമേ, വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ, നിറയണമേ. ദാഹമോടിവൻ പ്രാർത്ഥിക്കും നേത ആത്മാവേ, വന്നു നിറയണമേ. യാചനാരൂപത്തിൽ പിടിച്ച് നിറയണമേ, വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ, നിറയണമേ. ദാഹമോടിവൻ പ്രാർത്ഥിക്കും നീത ആത്മാവേ, വന്നു നിറയണമേ. ദാഹമോടിവൻ പ്രാർത്ഥിക്കും നീത ആത്മാവേ, വന്നു നിറയണമേ. ആത്മാവേ, വന്നു നിറയണമേ. ആത്മാവേ,
വന്നു നിറയണമേ. പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ ഒരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് സ്തുതിക്കാം. ആത്മാവിന്റെ ശക്തി നമ്മളിൽ വെളിപ്പെടുവാൻ, ഈ ശുശ്രൂഷകളിലേക്ക് ആത്മാവിന്റെ ശക്തി നിറയുവാൻ വേണ്ടി, ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുവാൻ വേണ്ടി ദാഹത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹാലലിയ ഹാലലിയ ഹാലലിയ. യേശുവേ ആരാധന 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 ആരാധന. ഹാലലിയ 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 ഹാലലിയ. യേശുവേ ആരാധന 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 ആരാധന. ഹാലലിയ 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 ഹാലലിയ. യേശുവേ ആരാധന 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 ആരാധന. നിറയണമേ, വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ആത്മാവേ, ദാഹമോടിവൻ പ്രാർത്ഥിക്കും നീന. ആത്മാവേ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ, ദാഹമോടിവൻ പ്രാർത്ഥിക്കും നീന. ആത്മാവേ വന്നു നിറയണമേ. ആത്മാവേ വന്നു നിറയണമേ. പരിശുദ്ധ അമ്മേ, നല്ല മാതാവേ, അമ്മയുടെ മധ്യസ്ഥം ഞങ്ങൾ തേടുന്നു. വചനത്തെ സ്വീകരിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെടാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, പലപ്പോഴും പലരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ പലരും തങ്ങളുടെ അനുഭവമായി പങ്കുവയ്ക്കുന്ന ഒരു യാഥാർത്ഥ്യം, ജീവിതത്തിൽ ഒരു സംതൃപ്തിയില്ല, ഒരു സന്തോഷമില്ല. ചിലപ്പോൾ നല്ല ജോലി ഉണ്ടാകും, നല്ല സാമ്പത്തിക ശേഷി ഉണ്ടാകും, പുറമേ നിന്ന് നോക്കിയാൽ മറ്റുള്ളവരെല്ലാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉന്നതമായൊരു സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയായിരിക്കും. പക്ഷെ അവരും പറയുകയാണ്, ജീവിതത്തിൽ ഒരു സംതൃപ്തിയില്ല, ഒരു സന്തോഷമില്ല. എന്താണെന്നറിയില്ല, മനസ്സ് എന്തിനോ വേണ്ടി തേങ്ങുന്ന ഒരവസ്ഥ. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഈ ഒരു സംതൃപ്തി അല്ലെങ്കിൽ ഒരു സന്തോഷം, നിലനിൽക്കുന്ന ഒരാനന്ദം ലഭിക്കാതെ പോകുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മൾ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ഓരോ വ്യക്തിയെക്കുറിച്ചും ഓരോ യാഥാർത്ഥ്യത്തെക്കുറിച്ചും ദൈവത്തിന് വ്യക്തവും കൃത്യവുമായ പദ്ധതിയുണ്ട് എന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം, ഒരു കുഞ്ഞ് പഠിക്കുന്ന കാലഘട്ടത്തിൽ അവനോട് ചോദിച്ചാൽ നീ എന്തിനാ പഠിക്കുന്നത്, സ്വാഭാവികമായിട്ടും അവൻ്റെ ആദ്യത്തെ ഉത്തരം, എനിക്ക് പരീക്ഷ നല്ല മാർക്ക് വാങ്ങണം, ജയിക്കണം. നീ എന്തിനാ ജയിക്കുന്നത്? അടുത്ത വർഷം അടുത്ത ക്ലാസ്സിലേക്ക് പ്രമോഷൻ കിട്ടണം. ഇന്നത്തെ കാലത്ത് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, നമുക്കറിയാം. പക്ഷേ നന്നായിട്ട് പഠിച്ച് ജയിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ. എന്തിനാ നന്നായിട്ട് പഠിക്കുന്നത്? എന്തിനാ നല്ല മാർക്കോട് കൂടി വിജയിക്കുന്നത്? എനിക്കൊരു ജോലി വേണം, ഒരു ഡോക്ടറാകണം, ഒരു നേഴ്സാകണം, ഒരു അധ്യാപകനാകണം, ഒരു എഞ്ചിനീയർ ആകണം. ലക്ഷ്യങ്ങൾ. മനുഷ്യ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്, സ്വാഭാവികം. അപ്പോൾ ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഓരോ വ്യക്തികളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ വ്യക്തിയുടെയും ഉള്ളിലെ സഹജവാസനകൾക്കനുസരിച്ച് ആ വ്യക്തിയുടെ ലക്ഷ്യം വ്യത്യാസപ്പെട്ടിരിക്കും. ചിലർ ഡോക്ടറാകാൻ ആഗ്രഹിക്കും, ചിലർ എഞ്ചിനീയർ ആകാൻ ആഗ്രഹിക്കും,
ചിലര് മെക്കാനിക്കൽ ഫീൽഡിലേക്ക് തിരിയാൻ ആഗ്രഹിക്കും. അത് ഓരോ വ്യക്തികളിലും ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന സഹജവാസനകൾക്കനുസരിച്ചത് മാറിയിരിക്കും. എന്നതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ലക്ഷ്യമുണ്ട്. അതുപോലെ തന്നെ അവനെക്കുറിച്ച് അവൻ്റെ മാതാപിതാക്കൾക്ക്, അവൻ്റെ കുടുംബത്തിനൊരു പ്രതീക്ഷയുണ്ട്, ഒരു സ്വപ്നമുണ്ട്. വീട്ടിലെ മൂത്ത മകനെ മാതാപിതാക്കൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പഠിപ്പിക്കുക, അധ്വാനിച്ച് പഠിപ്പിക്കുമ്പോൾ ഈ മാതാപിതാക്കളുടെ ലക്ഷ്യം എന്താ? ഇവന് പഠിക്കാൻ കഴിവുണ്ട്, ഇവൻ നല്ലൊരു ജോലി വാങ്ങണം, ജോലി വാങ്ങി ഇവൻ ഞങ്ങൾക്ക് ഒരു തുണയാകണം, ഞങ്ങൾക്ക് ഒരു സഹായമാകണം, ഇവന്റെ സഹോദരങ്ങൾക്ക് ഇവൻ ഒരു സഹായമാകണം. ഈ മാതാപിതാക്കൾ പ്രതീക്ഷിക്കുക. അപ്പോ ഒന്ന് ശ്രദ്ധിക്കാം, ഈ കുഞ്ഞ് ഇവന്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ചു. ഇവൻ നല്ല ഒരു ജോലി വാങ്ങി നല്ല ശമ്പളത്തോടെ അവൻ ജോലിയിൽ പ്രവേശിച്ചു. ഇനി ഇവന്റെ ജീവിതത്തിൽ ഇവനെക്കുറിച്ചുള്ള മാതാപിതാക്കളുടെ പ്രതീക്ഷ ഇവൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇവന്റെ ജീവിതം കുടുംബത്തിന് ഒരു അനുഗ്രഹമായി എന്ന് പറയാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളോട് ചോദിച്ചാൽ അറിയാം, ഒരുപാട് പ്രതീക്ഷകളോടെയാണ് അവർ മക്കളെ വളർത്തുക. ഇനി വീണ്ടും ചിന്തിക്കുക, ഒരു വ്യക്തി സമൂഹത്തിൽ വളരുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് സമൂഹത്തിനൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ഒരാൾ ഡോക്ടറായി, ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ സമൂഹം എന്താ അവനിൽ നിന്ന് പ്രതീക്ഷിക്കുക? നിസ്വാർത്ഥമായി രോഗികളെ ശുശ്രൂഷിക്കുന്ന, ആത്മാർത്ഥമായി ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ഡോക്ടർ. ഇതാണ് സമൂഹത്തിന്റെ പ്രതീക്ഷ. ഈ സമൂഹത്തിന്റെ പ്രതീക്ഷ മറന്ന് അവൻ പണത്തിനു വേണ്ടിയും സ്വാർത്ഥ താല്പര്യങ്ങളിൽ ഊന്നി നിന്നും അവൻ ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവന്റെ ജീവിതം, ഈ ഡോക്ടറുടെ ജീവിതം ആ സമൂഹത്തിന് ഒരു അനുഗ്രഹമായി തീർന്നു നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു സംതൃപ്തി ലഭിക്കുക? എൻ്റെ ലക്ഷ്യം മാത്രമല്ല, എൻ്റെ താല്പര്യം മാത്രമല്ല, എന്നെക്കുറിച്ചുള്ള എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ സമൂഹത്തിൻ്റെയും പ്രതീക്ഷകൾക്കൊത്ത് ഞാൻ ഉയരുമ്പോഴാണ് കുടുംബത്തിനും സമൂഹത്തിനും എൻ്റെ ജീവിതം ഒരനുഗ്രഹമായി തീരുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അങ്ങനെയെങ്കിൽ നമ്മൾ ജെറമ്യ പ്രവചനം 1-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കും: മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ അവരോധിച്ചു. വചനത്തിൽ കർത്താവ് പറയുന്നുണ്ടാണ്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയത് ഞാനാണ്, എൻ്റെ കരങ്ങളാണ് നിനക്ക് രൂപം നൽകി. അങ്ങനെയെങ്കിൽ എന്നെക്കുറിച്ച് എൻ്റെ കുടുംബത്തിനും എൻ്റെ സമൂഹത്തിനും ഒരു പ്രതീക്ഷയുണ്ട്, ഒരു സ്വപ്നമുണ്ട് എങ്കിൽ സൃഷ്ടിച്ച ദൈവത്തിന് എത്രയോ വലിയ സ്വപ്നം എന്നെക്കുറിച്ചുണ്ടാകും. അതുകൊണ്ടാണ് ജെറമ്യ പ്രവചനം 29-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുക: നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ കുടുംബത്തിന്റെ പ്രതീക്ഷകൾ, നമ്മുടെ സമൂഹത്തിന്റെ പ്രതീക്ഷകൾ, ഇവയെല്ലാം പൂർത്തിയാക്കിയാലും ദൈവത്തിന്റെ പദ്ധതി എന്നിൽ പൂർത്തിയാകുമ്പോഴാണ്, എന്നിൽ സംഭവിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം നിലനിൽക്കുന്ന സമാധാനത്തിലേക്കും സ്വസ്ഥതയിലേക്കും കടന്നു വരിക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ജീവിതത്തിൽ ദൈവ പദ്ധതി നിറവേറിയ ജീവിതങ്ങളാണ് രക്ഷാകര ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. വിശുദ്ധ അൽഫോൻസാമ സാധാരണ ഒരു ജീവിതം നയിച്ച് സാധാരണ പോലെ കുടുംബത്തിന്റെ പ്രതീക്ഷകൾക്കൊത്ത് ജീവിച്ച് കടന്നു പോയിരുന്നെങ്കിൽ ഇന്ന്
ആ വ്യക്തിയെക്കുറിച്ച് ആരും അറിയില്ലായിരുന്നു. മറിച്ച് അന്നക്കുട്ടി എന്ന ഈ കന്യകയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം അവൾ തിരിച്ചറിഞ്ഞ് ആ സ്വപ്നത്തിന് സ്വയം സമർപ്പിച്ചപ്പോൾ, ആ ദൈവപദ്ധതി അവളിൽ പൂർത്തിയായപ്പോഴാണ് ഇന്ന് അവളെ ഓർത്ത് തിരുസഭ അഭിമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴാണ് നിലനിൽക്കുന്ന സന്തോഷത്തിലേക്ക് അഥവാ സ്വർഗീയ ആനന്ദത്തിലേക്ക് ഒരുവൻ പ്രവേശിക്കുന്നത്? അവനിൽ ദൈവഹിതം പൂർത്തിയാകുമ്പോഴാണ്. അതുകൊണ്ടാണ് എഫേസോസ് ലേഖനം 2-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുക: നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഓർക്കുക, എന്നിലൂടെ പൂർത്തിയാകേണ്ട ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. അത് പൂർണ്ണമാകുമ്പോഴാണ് ഞാനൊരു അനുഗ്രഹമായി മാറുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെക്കുറിച്ച് നാം കാണുന്നതിനും എത്രയോ മടങ്ങ് സുന്ദരമായ വലിയ സ്വപ്നങ്ങൾ ദൈവം എന്നെക്കുറിച്ച് കാണുന്നുണ്ട്. നാം തിരിച്ചറിയണം. ഒരു വ്യക്തി ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം വ്യക്തവും കൃത്യവുമായിട്ട് ഇടപെടുമ്പോൾ, അത് എന്തിനു വേണ്ടിയാണ്? ഈ ദൈവപദ്ധതിയിലേക്ക് അവനെ വിളിക്കാനാ. ഉദാഹരണത്തിന് വിശുദ്ധ ലൂക്കാസ് വിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണും, ശിമയോൻ എന്ന് പറയുന്ന മനുഷ്യന്റെ വള്ളത്തിലേക്ക് പെട്ടെന്ന് ഒരു നിമിഷം ഈശോ കടന്നു വന്നു. ആധികാരികതയോടെ അവൻ ആ വള്ളത്തിൽ കയറി. ആ വള്ളത്തിലിരുന്നു കൊണ്ട് അവൻ ജനക്കൂട്ടത്തെ പഠിപ്പിച്ചു കഴിഞ്ഞ് ഈശോ ശിമയോന്റെയും കൂട്ടുകാരുടെയും നേരെ തിരിഞ്ഞു പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലയിറക്ക. രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു, ഒരു ചെറുമീൻ പോലും അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അവര് പറഞ്ഞു, കർത്താവെ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, പക്ഷെ നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം. അവര് വലയിറക്കി. ഈ വല നിറയുവോളം മത്സ്യങ്ങളെ കിട്ടി. അപ്പോൾ പത്രോസ്ലീഹ പറയാ, കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ. ഉടനെ ഈശോ പറയാ, ഭയപ്പെടേണ്ട, ഇപ്പോൾ മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും. ശ്രദ്ധിക്കാം, ഇപ്പോൾ മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും. ഈ ശിമയോനും കൂട്ടരും തങ്ങളുടെ വള്ളത്തിലിരുന്ന് ഈ കടലിൽ വലയിറക്കുമ്പോൾ അവരുടെ സ്വപ്നം എന്തായിരുന്നു? അവർക്ക് ഒരേ ഒരു സ്വപ്നമേ ഉള്ളൂ. എന്താണ്? ഈ വല നിറയുവോളം മീൻ കിട്ടണം. ഈ കിട്ടുന്ന മീൻ വിറ്റ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബം പോറ്റണം. ഇത്രയേ ഉള്ളൂ അവരുടെ സ്വപ്നം. പക്ഷേ ഇവർ കണ്ട സ്വപ്നത്തെക്കാൾ എത്രയോ മടങ്ങ് സുന്ദരമായ സ്വപ്നം ഈശോ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഇപ്പോൾ മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും. മീൻ പിടിച്ച് മീൻ വിറ്റ് ജീവിച്ച് തീർക്കേണ്ടതല്ല നിന്റെ ജീവിതം. പിന്നെയോ, സ്വർഗരാജ്യത്തിന് വേണ്ടി ആത്മാക്കളെ നേടുന്ന ശുശ്രൂഷയിലേക്ക് ഞാൻ നിന്നെ വിളിക്കുക. വീണ്ടും സബദീപുത്രന്മാരുടെ അമ്മ ഈശോയുടെ അടുക്കൽ തൻ്റെ ഒരു സ്വപ്നം വെളിപ്പെടുത്തുന്നുണ്ട്. അത് നാം കാണുന്നത് വിശുദ്ധ മത്തായി സുവിശേഷം 20-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിലാണ്. നിന്റെ രാജ്യത്തിൽ എൻ്റെ ഈ 2 പുത്രന്മാരിൽ ഒരുവൻ നിന്റെ ഇടതുവശത്തും മറ്റവൻ നിന്റെ വലതുവശത്തും ഇരിക്കാൻ കൃപ നൽകണമേ. സബദീപുത്രന്മാരുടെ അമ്മ തൻ്റെ സ്വപ്നം ഈശോയോട് പങ്കുവയ്ക്കുകയാണ്. അതായത് ഇവരെ പ്രതീക്ഷിച്ചത് എന്താണ്? ഈശോ ഈ ജെറുസലേമിൽ രാജാവാകും. റോമാക്കാരെ പരാജയപ്പെടുത്തി യൂദയായിൽ ജെറുസലേമിൽ തന്റെ സിംഹാസനം സ്ഥാപിക്കുമ്പോൾ ആ സിംഹാസനത്തിലിരിക്കുന്ന ഈശോയുടെ ഇടതും വലത്തും ഞങ്ങൾക്ക് ഓരോ സീറ്റ്. അവരുടെ പ്രതീക്ഷ അതാ. പക്ഷേ ഈ സബദീപുത്രന്മാരെ കുറിച്ച് മറ്റ് ശിഷ്യന്മാരെ കുറിച്ചുമുള്ള തൻ്റെ സ്വപ്നം എന്താണ് എന്ന് ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. അത് നാം കാണുന്നത് വിശുദ്ധ മത്തായി സുവിശേഷം 19-ാം അധ്യായം 28-ാമത്തെ തിരുവചനത്തിൽ. വചനം എങ്ങനെയാണ്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട്
12 സിംഹാസനങ്ങളിലിരിക്കും. നോക്ക്, അവര് കണ്ട സ്വപ്നത്തെക്കാൾ എത്രയോ മനോഹരമായ സ്വപ്നം അവരെക്കുറിച്ച് ഈശോ കാണുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരിച്ചറിയേണ്ട കാര്യം ഇതാ, നമ്മളെക്കുറിച്ച് നമ്മൾ കാണുന്നതിനേക്കാൾ, നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉന്നതമായ ഒരു പദ്ധതി ദൈവം നമുക്കായിട്ട് ഒരുക്കുന്നുണ്ട്. ഈ പദ്ധതിക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ട കാര്യം. അപ്പോൾ ഈ പദ്ധതി നമ്മളിൽ പൂർത്തിയാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഓർക്കണം, ഇപ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്കൊരു രൂപാന്തരീകരണം നമ്മളിൽ സംഭവിക്കണം. ഈശോ ശിമെയോന്റെ പേര് മാറ്റി. വിശുദ്ധ മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ നമ്മളത് വായിക്കും. ഈശോ പറഞ്ഞു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. ഈശോ ശിമെയോന്റെ പേര് മാറ്റുകയാണ്, നീ പത്രോസാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പത്രോസ് എന്ന് പറയുന്നത് ഈശോയ്ക്ക് ശിമെയോനെ കുറിച്ചുള്ള സ്വപ്നമാണ്. എന്താണ് ഈ സ്വപ്നം? അതായത്, എന്നിലുള്ള വിശ്വാസത്തിൽ നീ പാറ പോലെ ഉറപ്പുള്ളവനാകണം, പാറ പോലെ ഉറപ്പുള്ളവനാകണം. ഇതാണ് ശിമെയോനെ കുറിച്ചുള്ള ഈശോയുടെ സ്വപ്നം. പക്ഷെ നമുക്കറിയാം, ഒരു പരിചാരകയുടെ മുൻപിൽ പോലും ഈശോയിലുള്ള വിശ്വാസം ഏറ്റുപറയാൻ പറ്റാത്ത വിധം ഞങ്ങണ പോലെ ഇളകി നിന്നിരുന്ന ശിമെയോൻ ആയിരിക്കുന്ന അവസ്ഥ ഈ ഞാങ്ങണ പോലെ ഇളകുന്ന അവസ്ഥയാണ്. ആയിരിക്കേണ്ട അവസ്ഥ പാറ പോലെ ഉറപ്പുള്ള അവസ്ഥയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രൂപാന്തരീകരണം എങ്ങനെ സംഭവിക്കും? എങ്ങനെ സംഭവിച്ചു? പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ അതെങ്ങനെ സംഭവിച്ചു, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും അത് സംഭവിക്കും. എങ്ങനെയാണ് പത്രോസ്ലീഹ, ശിമെയോൻ പത്രോസായി മാറിയത്? ഈശോയുടെ സ്വപ്നം അവനെ സാക്ഷാത്കരിക്കപ്പെട്ടത് എങ്ങനെയാണ്? നമുക്കൊരു വചനത്തിലൂടെ നോക്കാം. അതായത്, ഒന്നാമത്തെ കാര്യം, നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം നമ്മിൽ നിറവേറണമെങ്കിൽ ഒന്നാമതായി ഈ ദൈവഹിതം നമുക്ക് വെളിപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ലക്ഷ്യം അത് തന്നെയാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവഹിതമെന്നോ അത് നമ്മിൽ പൂർത്തിയാകണം, അത് നമ്മളിൽ വെളിപ്പെടണം. നമുക്കറിയാം, സ്നാപക യോഹന്നാൻ എന്ന തങ്ങളുടെ കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നം, ദൈവത്തിന്റെ സ്വപ്നം വ്യക്തമായി തിരിച്ചറിഞ്ഞ മാതാപിതാക്കളായിരുന്നു സക്കറിയ എലിസബത്ത് ദമ്പതികൾ. വിശുദ്ധ ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 76-ാമത്തെ തിരുവചനത്തിൽ സക്കറിയ ഇങ്ങനെ പ്രവചിക്കുന്നുണ്ട്, നീയോ കുഞ്ഞ് അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും, കർത്താവിന് വഴിയൊരുക്കാൻ അവന്റെ മുൻപേ നീ പോകും. നോക്ക്, സ്നാപക യോഹന്നാനെ കുറിച്ച്, തങ്ങളുടെ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം വ്യക്തമായി മനസ്സിലാക്കിയ മാതാപിതാക്കൾ. നമ്മുടെ ജീവിതത്തിൽ നമ്മെക്കുറിച്ച് ദൈവം എന്താഗ്രഹിക്കുന്നു അത് വെളിപ്പെട്ട് കിട്ടാൻ നാം ഓരോരുത്തരും തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. കാരണം ഈ പദ്ധതി പൂർത്തിയാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഒരു അനുഗ്രഹമായി മാറുക. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. നോക്കുക, അനുഗ്രഹിക്കപ്പെടുന്ന എങ്ങനെയാണ്? ദൈവ പദ്ധതിയോട് സഹകരിച്ചുകൊണ്ട് തന്റെ ദേശത്തെയും പിതൃഗ്രഹത്തെയും വിട്ടിറങ്ങി ദൈവം കാണിച്ചു കൊടുക്കാനിരിക്കുന്ന ദേശത്തേക്ക് അബ്രാഹം ഒരു മടിയും കൂടാതെ ഇറങ്ങിച്ചെന്നപ്പോൾ അവന്റെ ജീവിതം മാനവ വംശത്തിന് അനുഗ്രഹമായി തീരുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന്, ദൈവ പദ്ധതി നമുക്ക് വെളിപ്പെട്ട് കിട്ടാൻ നാം തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുക, അതായത് എല്ലാറ്റിനുമുപരി നമ്മളിൽ ദൈവസ്നേഹം ജ്വലിക്കണം. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തില് ശിമെയോൻ പത്രോസിനെ തിബേരിയസ് കടൽ തീരത്ത് വെച്ച് ഈശോ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഈ ശിമെയോനോട് ഈശോ ചോദിക്കുന്ന ചോദ്യം, നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു, നീ എന്തുകൊണ്ട് എന്നെ തള്ളിപ്പറഞ്ഞു എന്നല്ല, പിന്നെയോ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവപദ്ധതി നമ്മളിൽ നിറവേറാൻ തടസ്സമായി നിൽക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അത് നമുക്ക് നമ്മളോട് തന്നെയും ലോകത്തോടുമുള്ള സ്നേഹമാണ്.
അതായത് ദൈവത്തെക്കാൾ ഉപരി നാം നമ്മെ സ്നേഹിച്ചാൽ, നമ്മുടെ ആഗ്രഹങ്ങളെ സ്നേഹിച്ചാൽ, ലോകത്തെ സ്നേഹിച്ചാൽ, മറ്റുള്ളവരെ സ്നേഹിച്ചാൽ ദൈവ പദ്ധതിയോട് നമ്മൾ നോ പറയും. ദൈവ പദ്ധതിയോട് സഹകരിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഈശോ പത്രോസ്ലീഹായോട് ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവരെക്കാൾ അധികമായി, ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവസ്നേഹം ജ്വലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്. മൂന്നാമത്, പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നമുക്കറിയാം, സ്ലീഹന്മാരിൽ ഈ രൂപാന്തരീകരണം നടന്നത് എപ്പോഴാ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞപ്പോഴാ. കാരണം യഹൂദരെ ഭയന്ന് കതകടച്ചിരുന്ന ശിഷ്യന്മാര് ഈ കതക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി 3000 വരുന്ന ജനത്തോട് ഈശോ കർത്താവാണെന്ന് വിളിച്ചു പറഞ്ഞതെപ്പോഴാ? പരിശുദ്ധാത്മാ അഭിഷേകം സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാ. അതുകൊണ്ടാണ് ഈശോ പത്രോസ്ലീഹായോട് പറയുക, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കി നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോയി, എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവപദ്ധതി ഒരുവനിൽ പൂർത്തിയാക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ കഴിവല്ല, നമ്മുടെ ആരുടെ യോഗ്യതയല്ല, നമ്മുടെ ആരുടെ ശക്തിയല്ല, അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. നാം ചെയ്യേണ്ടത് എന്താ? സമർപ്പിക്കണം. സ്നേഹത്തിൽ ദൈവപദ്ധതിയുടെ മുമ്പിൽ, പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ നമ്മെ പൂർണ്ണമായിട്ടും വഴക്കമുള്ള ഉപകരണമായി നമ്മെ പരിപൂർണമായിട്ടും അടിയറ വയ്ക്കുമ്പോൾ നമ്മളിലൂടെ ദൈവം അത്ഭുതം ചെയ്യും. നമ്മളിലൂടെ ദൈവം തന്റെ രക്ഷാകര ദൗത്യം തുടരും. അനേകർക്ക് നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരും. ഇത് ദൈവം ആഗ്രഹിക്കുന്നു. ഈ ദൈവപദ്ധതിയോട് സഹകരിക്കുവാൻ, അങ്ങനെ അഭിഷേകം പ്രാപിക്കുവാൻ, അങ്ങനെ അനുഗ്രഹമായി തീരാൻ, സ്വർഗരാജ്യത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇതിനുള്ള കൃപ ഈശോ നമുക്ക് സമൃദ്ധമായി നൽകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ കർത്താവെ, കൃപാവരത്താലും അഭിഷേകത്താലും ഞങ്ങളെ നിറയ്ക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.